ഹായ് ഹലോ മദർ യൂണിവേഴ്സിലേക്ക് സ്വാഗതം. റിലേഷൻഷിപ്പ് റീഡിംഗ് എടുക്കാം. എൻ്റെ വ്യൂസിൻ്റെ പേഴ്സൺ ഈ ഒരു സമയത്ത് എൻ്റെ വ്യൂസിനെ കുറിച്ച് എന്താണ് ചിന്തിക്കുന്നത്? ഓക്കെ, ഇപ്പോൾ നിങ്ങളെക്കുറിച്ച് നിങ്ങളുടെ പേഴ്സൺ ഒരു ഗ്രോത്ത് ആണ് ചിന്തിക്കുന്നത്. നിങ്ങൾ അവർക്ക് ഏറ്റവും സപ്പോർട്ടായിരുന്ന ഒരു വ്യക്തിയായിരുന്നു എന്നും അവരുടെ വളർച്ചയിൽ എപ്പോഴും നിങ്ങളൊരു താങ്ങായിരുന്നു എന്നും നിങ്ങളുടെ പേഴ്സൺ ഈ ഒരു സമയത്ത് ചിന്തിക്കുന്നുണ്ട്. ഓക്കെ, പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. എൻ്റെ വ്യൂസിനെ കുറിച്ച് വ്യൂസിൻ്റെ പേഴ്സൻ്റെ നൈറ്റ് തോട്ട് എന്താണ്? നിങ്ങളുടെ ഇടയിൽ റിലേഷൻഷിപ്പ് സംബന്ധമായിട്ട് ഒരു സ്റ്റക്ക് സിറ്റുവേഷൻ വന്നതിനെക്കുറിച്ച് നിങ്ങളുടെ പേഴ്സൺ ചിന്തിക്കുന്നു. ഈ ഒരു സമയം നിങ്ങളുടെ പേഴ്സൺ നിങ്ങൾ അയച്ച മെസ്സേജ്, കോള് അതെല്ലാം റിപ്പീറ്റായിട്ട് വീണ്ടും അവർ കേൾക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. നിങ്ങൾ എന്തെങ്കിലും ഗിഫ്റ്റ് അവർക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് കാണുമ്പോൾ നിങ്ങളുടെ ഓർമ്മ അവർക്ക് ഉണ്ടാകുന്നുണ്ട്. പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. ഈ നൈറ്റിൽ എൻ്റെ വ്യൂസിനെ കുറിച്ച് വ്യൂസിൻ്റെ പേഴ്സൺ എന്താണ് ചിന്തിക്കുന്നത്? ഇപ്പോഴും അതുപോലെ തന്നെയാണ്. നിങ്ങൾ അവർക്ക് വേണ്ടി ഒരുപാട് വെയിറ്റ് ചെയ്തിട്ടുണ്ട്. തിരിച്ച് കോള് മെസ്സേജ് വരുന്നതിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അവർ നിങ്ങളിലേക്ക് തിരിച്ച് വരുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾ ഒരുപാട് കാത്തിരുന്നിട്ടുണ്ട് എന്ന് അവർ ചിന്തിക്കുന്നുണ്ട്. ഓക്കെ, പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. എൻ്റെ വ്യൂസിൻ്റെ പേഴ്സൺ തിരിച്ച് ഒരു റീയൂണിയൻ ഉണ്ടാകുമോ? എൻ്റെ വ്യൂസിനെ കാണാൻ അവർ വരുമോ? ഇവിടെ ഒരു നല്ലൊരു ചീറ്റിങ് നടന്നിരിക്കുന്നു. തേർഡ് പാർട്ടി സിറ്റുവേഷനാണ്. നിങ്ങളുടെ മനസ്സിനെ, നിങ്ങൾ രണ്ട് വ്യക്തികളെയും രണ്ട് ദിശയിലേക്കാക്കിയത് ഒരു തേർഡ് പാർട്ടിയാണ്. അപ്പം ഈ ഒരു തേർഡ് പാർട്ടി കാരണം നിങ്ങൾക്ക് ഒന്നാകാൻ കഴിയാതെ നിൽക്കുന്ന ഒരവസ്ഥയാണ് ഇവിടെ കാണുന്നത്. ഈ തേർഡ് പാർട്ടി മാറിപ്പോകുമോ? ലൈഫിൽ നിന്നും തേർഡ് പാർട്ടി പൂർണ്ണമായും ഒഴിഞ്ഞു പോകുമോ? തേർഡ് പാർട്ടി കാർഡ് തന്നെയാണ് വന്നിരിക്കുന്നത്. തീർച്ചയായിട്ടും തേർഡ് പാർട്ടി ഒഴിഞ്ഞു പോകും എന്നുള്ള ഒരു എനർജി വന്നിരിക്കുന്നു. ഓക്കെ, പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. 3 ഓഫ് സോഡിനെ ഒന്ന് ക്ലാരിഫൈ ചെയ്യാം. വീണ്ടും തേർഡ് പാർട്ടിയാണ് വന്നിരിക്കുന്നത്. 3 ഓഫ് പെൻറ്റിക്കിളാണ്. സ്ട്രോങ് തേർഡ് പാർട്ടിയാണുള്ളത്. ഒന്നുകിൽ ഫാമിലി ആകാനുള്ള സാധ്യത ഇവിടെ കൂടുതലായി കാണുന്നുണ്ട്. ഓക്കെ, അപ്പം തേർഡ് പാർട്ടിയുടെ ശക്തി ഒന്ന് കുറയും എന്നുള്ളതേ ഉള്ളൂ. പൂർണ്ണമായിട്ടും ഒഴിഞ്ഞു പോകുന്നതായി കാണുന്നില്ല. ഒരു ശക്തി ഒന്ന് കുറയുന്നുണ്ട്. ഓക്കെ, തേർഡ് പാർട്ടിയെ പൂട്ടും. അവസാനം തേർഡ് പാർട്ടിയുടെ വാക്കുകൾക്കൊന്നും വിലയില്ലാണ്ടായി തേർഡ് പാർട്ടി സ്വയം അടങ്ങിയിരിക്കുന്ന ഒരവസ്ഥ വരും. അപ്പോൾ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് തിരിച്ചു വരും. പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. തേർഡ് പാർട്ടിയെ ഇതുപോലെ ബന്ധിച്ചതിന് ശേഷം എൻ്റെ വ്യൂസിൻ്റെ പേഴ്സൺ തിരിച്ചു വരുമോ? തീർച്ചയായിട്ടും വരും. ഫസ്റ്റ് വന്നിരിക്കുന്നത് പോലെ തന്നെ ഇവിടെ ഒരു റീയൂണിയൻ വന്നിരിക്കുന്നു. ഓക്കെ, തേർഡ് പാർട്ടി ഇതുപോലെ ആകണം. ഓക്കെ, തേർഡ് പാർട്ടി ഇങ്ങനെ കെട്ടി നിന്നെങ്കിലേ പറ്റൂ. കാരണം ഇവിടെ പ്ലാനിങ്ങും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. ഇവിടെ ചീറ്റിംഗ് ആണ് കൂടുതലും. ഈ തേർഡ് പാർട്ടിയാണ് നിങ്ങളെ രണ്ടാക്കിയത്.